ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പണിയാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ വലിയുള്ളി ചെറുതായി കൊത്തിയരിഞ്ഞതും, ഒരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയൊക്കെ ചെറുതായി മുറിച്ചെടുത്തതാണ്. പിന്നെ നല്ലെണ്ണയിൽ കടുകിട്ടതിന് ശേഷം ഇതൊക്കെ കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമ്മൾ നല്ലെണ്ണയിൽ തന്നെ വേണം ഉണ്ടാക്കാൻ കേട്ടോ. അതെന്ന് വെച്ചാൽ കേരള ഫുഡ് അല്ലാത്തത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല, നല്ലെണ്ണയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലോ ആണ് ഉപയോഗിക്കുക കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക, വല്ലാണ്ട് വഴന്നു പോകണ്ട. പിന്നെ ഈ ബാറ്റർ ഇഡ്ലി മാവാണ്. അപ്പോൾ ഞാൻ ഒരു 4 ദിവസത്തിനൊക്കെയാണ് ഈ മാവ് അരച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, പിന്നെ നെയ് റോസ്റ്റും, പിറ്റത്തെ ദിവസം മസാല ദോശയൊക്കെ ആയിട്ട് ലാസ്റ്റ് ബാക്കി വരുന്ന മാവ് കൊണ്ടാണ് ഇങ്ങനെ പണിയാരോ അല്ലെങ്കിൽ ഊത്തപ്പം ഒക്കെ ഉണ്ടാക്കുക. അപ്പോൾ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ണിയപ്പ ചട്ടിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ നല്ലെണ്ണ, ഓരോ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ മാവ് അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഉണ്ണിയപ്പം ചുടുന്ന പോലെ തന്നെ പിന്നെ ഒന്ന് ആവുന്നതിനനുസരിച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്, നല്ല ടേസ്റ്റുമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ സാമ്പാറോ അല്ലെങ്കിൽ വെള്ള ചട്നിയൊക്കെയാണ് ഉണ്ടാകുക. ഞാൻ കുറച്ച് വെള്ള ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ 4 ദിവസത്തിനൊക്കെ മാവ് അരച്ച് വെക്കുന്ന സമയത്ത് ഈ മാവ് ആദ്യത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയ പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഇതിൽ സ്പൂൺ ഇടാണ്ട് ഒഴിച്ചെടുത്താൽ മതി ആവശ്യത്തിന്. അപ്പം എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചാൽ ഇത് പുളിച്ചു പോവുകയില്ല കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാവ് തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഈ ചാനലിൽ, എൻ്റെ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.